തടഞ്ഞിട്ടു. അങ്ങോട്ട് പോവരുത്. അവിടെ പോയാൽ ഒരു പെണ്ണിന് സഹിക്കാൻ കഴിയാത്ത രംഗങ്ങളുണ്ട്. എന്ത് രംഗമാണ് അവിടെ കാണാനുള്ളത്? അപ്പൊ പറഞ്ഞു കൊടുത്തു, ഒന്നാമതായി അത് ഉസീബാഹൂകി, എടി പെണ്ണേ, നിന്റെ ആങ്ങളയുണ്ട് അവിടെ ചോരയിൽ കുളിച്ച് കിടക്കുന്നു. ആ മഹദി എന്താ പറഞ്ഞത്? ഞാൻ എന്റെ ആങ്ങളാനെ കുറിച്ചല്ലല്ലോ ചോദിച്ചത്. മാ ഫഅല റസൂലുള്ളാഹ്, എന്റെ കരളിന്റെ കരളായ അല്ലാഹുവിന്റെ റസൂലിന് എന്തു പറ്റി? എനിക്കതാ അറിയേണ്ടത്. പോരാ, നിന്റെ ആങ്ങള മാത്രമല്ല, വാബൂക്കി, നിന്റെ പൊന്നുപ്പയും അവിടെ മരിച്ചു കിടപ്പുണ്ട്. നിനക്ക് കാണാൻ കഴിയൂല പെണ്ണേ. അപ്പോഴും ആ മഹദി പറഞ്ഞത്, ഞാൻ എന്റെ ബാപ്പാനെ കുറിച്ചല്ലല്ലോ ചോദിച്ചത്. മാ ഫഅല റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ ഹബീബിന് എന്തു പറ്റി? എനിക്കതാണ് അറിയേണ്ടത്. മൂന്നാമതും അങ്ങോട്ടോടാൻ നേരത്ത് അവരങ്ങ് പറഞ്ഞു കൊടുത്തു, 3 മയ്യത്തുകൾ നിന്റെ വീട്ടിലേക്ക് വരാനുണ്ട്. ഏതാ മൂന്നാമത്തെ മയ്യത്തെന്നറിയോ? ഇന്നലെ രാത്രി നിന്നെ ചേർത്ത് പിടിച്ച് നിനക്ക് ഞാനില്ലേ എന്ന് ചോദിച്ച് നിന്റെ കവിളത്ത് ചുടുമുത്തം നൽകിയ നിന്റെ പ്രിയപ്പെട്ട ഭർത്താവും അവിടെ മരിച്ചു കിടക്കുന്നുണ്ട് മോളെ. നിനക്കത് കാണാൻ കഴിയുമോ? ഒരു കുലുക്കവുമില്ലാതെ ആ മഹദി പറഞ്ഞു, ഞാൻ എന്റെ ഭർത്താവിനെ കുറിച്ചുമല്ല ചോദിച്ചത്. മാ ഫഅല റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ ഹബീബിന് എന്തു പറ്റി? എനിക്കതാ അറിയേണ്ടത്. അവസാനം അവരൊന്നും പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു. ആ മഹദി കേട്ടില്ല. ആ മഹദി പറഞ്ഞു, അറൂനി, നിങ്ങൾ എനിക്ക് കാണിച്ചുതാ, ഹത്താ അൻദുറയിലൈ, ഞാൻ എന്റെ കണ്ണുകൊണ്ടൊന്ന് കണ്ടോട്ടെ. എന്റെ ഹബീബിനൊന്ന് കണ്ടാൽ ഞാൻ മടങ്ങിപ്പോയിക്കോളാം. ഞാൻ വേറൊരു അപകടവും വരുത്തൂല. എനിക്കൊന്ന് കണ്ടാൽ മതി. ഫൗശിറലഹാ, അവൾക്കങ്ങ് കാണിച്ചു കൊടുത്തു. അതായിരിക്കുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. കുഞ്ഞു മക്കൾ അതിന്റെ ഉമ്മയെ കാണുമ്പോ ഓടിച്ചെല്ലും പോലെ ഓടിച്ചെന്നിട്ട് അവിടുത്തെ നീളക്കുപ്പായത്തിന്റെ തല മുറുക്കിങ്ങ് പിടിച്ചിട്ട് പറഞ്ഞു, നബിയേ, കുല്ലു മുസീബത്തിൻ ബഅദക ജലലു യാ റസൂലല്ലാഹ്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഒരുപാട് മുസീബത്തുകൾ കണ്ടു. എന്റെ ആങ്ങള മരിച്ചത് ഞാൻ കണ്ടു. എന്റെ പൊന്നുപ്പ മരിച്ചു കിടക്കുന്നതും ഞാൻ കണ്ടു. എന്റെ ഭർത്താവിന്റെ കഷ്ണം കഷ്ണമായ ശരീരവും ഞാൻ കണ്ടു. ഞാൻ അപ്പോഴൊക്കെ വിചാരിച്ചത് എന്റെ തങ്ങൾക്ക് എന്തോ പറ്റിയോ എന്നാണ്. ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്റെ തങ്ങൾക്കൊന്നും പറ്റിയില്ല നബിയേ. അത്